ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകനന്ദൻ്റെയും പിങ്കിയുടെയും ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇന്നലത്തെ പ്രൊമോ വിശേഷം നമ്മൾ ഇട്ടിരുന്നു. ആ പ്രൊമോ വിശേഷം പോലെ തന്നെയാണ്, അതിൽ ചിലത് മാത്രം കൂട്ടിച്ചേർക്കാനുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വിശേഷം അല്ലെങ്കിൽ എൻ്റെ പ്രൊമോ വിശേഷം കൂടെ കയറി കാണുവാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ വിഷയം നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിങ്കിയുടെ ആ വ്യവസ്ഥകൾ നന്ദ അറിയുന്നില്ല. ഗൗതവുമായിട്ടുള്ള കരാർ അറിയാതെ നന്ദ ഒരു ആക്കിയൊരു അല്ലെങ്കിൽ ഒരു കുത്തി സംസാരിക്കുന്ന ചില ഭാഗത്തോടു കൂടി ഇന്ന് തുടങ്ങുകയാണ്. കാരണം നന്ദയോട് പറയാണ് നീ എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും വിട്ടു തരുമോ എന്ന് ചോദിക്കുമ്പോൾ നന്ദ പറയാണ്, നിനക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിന് വേണ്ടി നീ എന്ത് ചോദിച്ചാലും ഞാൻ വിട്ടുതരും എന്ന് പറയാ. അപ്പോൾ പിങ്കി പറയാണ്, ശരി, ഓക്കെ, എന്നാൽ ഞാൻ അത് ആവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പിങ്കിയും ഗിരിജയും അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ ഗൗതമിൻ്റെ മുഖം ഒരുപാട് അസ്വസ്ഥമായിരിക്കും നമുക്ക് വ്യക്തമായി കാണാം. അതിനുശേഷം പിന്നെ കാണുന്നത് ഇന്ദീവരം തറവാട്ടിലാണ്. അപ്പോൾ ഈ രത്നാകരം വരുന്നതിനെക്കുറിച്ച് വളരെ വ്യാകുലപ്പെട്ടിരിക്കുന്ന ഏട്ടത്തിയും ലക്ഷ്മിയും മോഹിനിയും ഒക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ ലക്ഷ്മിയോട് പറയാം, നിങ്ങൾ അവരെ വിളിക്കാൻ പറയും, നന്ദേനെയും ഗൗതമിനെയൊക്കെ വിളിക്കാൻ പറയും. അങ്ങനെ ലക്ഷ്മി ഗൗതമിനെയും നന്ദേനെയൊക്കെ ഫോൺ വിളിക്കുക. അപ്പം മഹേശ്വരനെയും മഹാദേവനെയൊക്കെ വിളിക്കുന്നുണ്ട്, ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പം ലക്ഷ്മി ഇങ്ങനെ വളരെ നിരാശയോട് കൂടി പറയാം, ഒരു ആവശ്യത്തിന് ആരെ വിളിച്ചാലും ഫോൺ കിട്ടത്തില്ല എന്ന് പറയുകയാണ്. ഇപ്പം ഏട്ടത്തെയും പറയാണ്, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു ആവശ്യത്തിന് വേണ്ടി ആരെ വിളിച്ചാലും ഒരു പ്രയോജനമില്ലാത്ത ഒരവസ്ഥയാണല്ലോ എന്നൊക്കെ ഓർത്ത് ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഗൗതമിനെ നന്ദിനെ മാത്രം ഇത് അറിയിച്ചാൽ മതി എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും പിങ്കിയും ഗിരിജയും അത് അറിയാൻ പാടില്ല എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ലക്ഷ്മിക്ക് അതെന്താ, അല്ലെങ്കിൽ മോഹിനി ചോദിക്കുക അതെന്താണെന്ന് ചോദിക്കുകയാണ്. പറയാണ്, എന്ത് പറഞ്ഞാലും പിങ്കിയും ഗിരിജയും ഒക്കെ തറവാടികളാണ്. പ്രത്യേകിച്ച് ഗിരിജയും നല്ലൊരു തറവാടിയാണ്. ഇത് ഈ അരുണിൻ്റെ ആ ബന്ധം, അല്ലെങ്കിൽ അരുണിൻ്റെ ഈ ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ അരുണിൻ്റെയും പവിത്രയുടെ വീട്ടുകാരെക്കുറിച്ചുള്ള ആ ബന്ധം അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ നാണം കെടും. അതുകൊണ്ട് ഒരു കാരണവശാലും അവരറിയില്ലെന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് ലക്ഷ്മി പറയുക, എന്തായാലും രത്നാകരം വരുമ്പോൾ പിങ്കിയും ഗിരിജയ്ക്ക് ഇത് അറിയില്ലെന്ന് ചോദിക്കുകയാണ്. അതപ്പോഴല്ലേ നാളെ പ്രളയമുണ്ടാകുമെന്ന് ഓർത്ത് ഇപ്പോഴെ തുണിപൊക്കി വെള്ളത്തിലേക്ക് ചാടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് കാണുന്നത്. അങ്ങനെ വളരെ ചിന്താകുലമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൗതമും നന്ദയും കയറി വരുന്നത്. പെട്ടെന്ന് ഗൗതമും നന്ദയും കയറി വരുമ്പോഴത്തേക്ക് ചോദിക്കുക, എന്താണ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്, എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ലക്ഷ്മി പറയും, നിന്നെയൊക്കെ എത്ര പ്രാവശ്യം വിളിക്കണോടാ, ഫോൺ വിളിക്കണം, എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുക. അപ്പം ഗൗതം പറയുന്നുണ്ട്, എനിക്ക് അല്പം തിരക്കായിരുന്നു, ഡ്യൂട്ടി തിരക്കായിരുന്നു എന്ന് പറയുകയാണ്. അപ്പം പെട്ടെന്ന് ഏട്ടത്തി പറയുകയാണ്, നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നത് എന്ന് പറയുകയാണ്. ഒരു ദുഃഖകരമാകുന്നൊരു വാർത്തയുണ്ട് എന്ന് പറയുകയാണ്. അപ്പം പെട്ടെന്ന് ഗൗതം എന്താണെന്ന് ചോദിക്കുക. അന്നേരം പറയാം, നാളെ ആ രത്നാകരൻ ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത്, പവിത്രയുടെ അച്ഛൻ ഇങ്ങോട്ട് വരുമെന്നാണ് പറയുന്നത് എന്ന് പറയുക. അപ്പം പെട്ടെന്ന് ഗൗതം ആകാംക്ഷയോട് കൂടി എപ്പോൾ എന്ന് ചോദിക്കുക. അപ്പം ഏട്ടത്തി അറിയാം, എപ്പോഴെന്നോ, അവൻ നാളെ ഇങ്ങോട്ട് വഴക്കുണ്ടാക്കാനാണ് വരുന്നതെന്ന് പറയുകയാണ്. ആര് പറഞ്ഞു? അങ്ങനെയാ സംഭവം, പവിത്രയാണ് പറഞ്ഞ് ഇങ്ങോട്ട് അവൻ വരും, രത്നാകരൻ വരും എന്നാണ് പറയുന്നത് എന്ന് പറയാം. അതിനിപ്പോൾ എന്താ, പവിത്രയുടെ അച്ഛനല്ലേ, പവിത്രയുടെ അച്ഛൻ വരുന്നതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ഒരു 10 പൈസയുടെ പ്രയോജനമില്ലാത്ത, 10 പൈസയുടെ യാതൊരു ഇതും നിലവാരവുമില്ലാത്ത അയാൾ ഇങ്ങോട്ട് വരുന്നതിനെക്കുറിച്ചാണോ നീ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുക. കാരണം നാളെ ഇവിടെ യുദ്ധമാണ് നടക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ അതിന് നീയാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്ന് ഗൗതമിനോട് ഏട്ടത്തി പറയാ. അതെന്തിന്? പവിത്രയുടെ അച്ഛൻ ഇവിടുത്തെ നിയമപ്രകാരം ഇവിടുത്തെ അല്ലെങ്കിൽ ബന്ധുവല്ലേ എന്ന് ചോദിക്കുക. ബന്ധുവാണ് പോലും എന്ന് പറഞ്ഞ് ഏട്ടത്തി കളിയാക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ യുദ്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരെ ഈ നാളെ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഗൗതം പറയുകയാണ്, അതെ, മുൻപും ഇതുപോലെ യുദ്ധക്കളങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ, അന്നേരം ഒന്നും ആരും എന്നെ വിളിച്ച് അത് കോംപ്രമൈസ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുക. നീ എന്നാ ഉദ്ദേശിച്ചത് എന്ന് ഏട്ടത്തി ചോദിക്കുമ്പോൾ, അല്ല, പിങ്കിയുടെ അച്ഛൻ ഇവിടെ വന്നപ്പോഴും ഇങ്ങനെ ഒരു ദിവസം വന്നായിരുന്നല്ലോ, അന്നേരം എന്നോട് ഇതിൻ്റെ അകത്ത് ഇടപെടാൻ ആരും പറഞ്ഞില്ല എന്ന് പറയാം. പിങ്കിയുടെ അച്ഛനെ പോലെയാണോ, അവരൊക്കെ തറവാടികളല്ലേ എന്ന് ചോദിക്കാനാണ്. അപ്പോൾ ഗൗതമൻ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വലിയമ്മ അതാണ് ചിന്തിക്കേണ്ടത്. എല്ലാം പിങ്കിയുടെ അച്ഛനും അതുപോലെ പവിത്ര അച്ഛനും എല്ലാം ഒരു ബന്ധത്തിൽ എല്ലാം നമുക്ക് തുല്യമാണ്. അത് ആദ്യം നിങ്ങൾ പഠിക്കാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ആദ്യം പഠിക്കാൻ പറയുകയാണ്, അല്ലെങ്കിൽ ചിന്തിക്കാൻ പറയാം. ബന്ധുക്കൾ
എന്ന് പറഞ്ഞ് ഗൗതമനെ വീണ്ടും കളിയാക്കുകയാണോ. അപ്പോൾ ഈ രത്നാകരനെ കൂട്ടിയാണ് കളിയാക്കുന്നത്. അന്നേരം ഗൗതം പറയുന്നുണ്ട്, ഇല്ല ഇതിൻ്റെ അകത്ത് ഞാൻ ഇടപെടില്ല, കാരണം പിങ്കിയുടെ അച്ഛൻ പറയുമ്പോഴും എന്നോട് ഇടപെടാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു വലിയ യുദ്ധവുമായിട്ട് വന്നപ്പോഴും നിങ്ങളല്ലേ ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിച്ചത്, അതുകൊണ്ട് ഇതും അതുപോലെ പരിഹരിക്കാൻ പറയുക. അങ്ങനെ ഗൗതം നന്ദനം കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി. അപ്പം ഗൗതം ഇതിൻ്റെ അകത്ത് ഇടപെടില്ല എന്നൊരു നിലപാട് ഗൗതം എടുക്കുകയാണ്. അത് ഏട്ടത്തേക്ക് വളരെ സങ്കടമായി പോകും. അപ്പം ഇത് കേട്ട് നമ്മുടെ ലക്ഷ്മി സന്തോഷിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ കാണാം. ഗൗതം പറഞ്ഞ കറക്റ്റായ കാര്യമാണ്, എല്ലാവരും ഒരുപോലെ കാണുവാൻ ഏട്ടത്തിൽ പഠിക്കണം, അല്ലെങ്കിൽ വലിയമ്മ പഠിക്കണം എന്ന ആ വാക്ക് ഈ വലിയ നമ്മുടെ ലക്ഷ്മിക്കും ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. എന്നാലും അത് പ്രകടമാക്കുന്നില്ല, ചെറിയ പുഞ്ചിരിയിൽ അതങ്ങ് ഒതുക്കുകയാണ്. അതിനുശേഷം കാണുന്നത് നമ്മുടെ ഈ സമയത്ത് അതിന് ഗൗതം നന്ദയും പോയി കഴിയുമ്പോഴത്തേക്ക് ഏട്ടത്തി പറയാണ്, ഇതങ്ങനെ വിട്ടാൽ ശരിയാക്കില്ലേ, എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കാൻ നോക്കിയാൽ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് വലിയൊരു വാശിയോടുകൂടി നിൽക്കുന്ന ഏട്ടത്തിനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ അരുന്ധതിനെ കാണുന്നത്. അങ്ങനെ ഈ അരുന്ധതി വേഗം മഹാദേവനെ മഹേശ്വരനെയൊക്കെ വിളിക്കാനായിരിക്കും പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ എന്തൊരു പ്ലാനിങ് നടത്തുന്ന ഒരു ഭാഗമൊക്കെയാണ് കാണുന്നത്. ഈ സമയത്ത് അകത്ത് പിന്നെ കാണിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും ബെഡ്റൂമാണ്. അവിടെ ഗൗതം വളരെ നിരാശയോടുകൂടി അസ്വസ്ഥമായി ഇങ്ങനെ കട്ടിലിൽ കിടക്കുകയാണ്. ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നന്ദ കയറി വരും. എന്താ ഗൗതം സാർ ഇന്ന് ആഹാരം കഴിക്കാഞ്ഞത് എന്ന് ചോദിക്കുക. ഇന്ന് നേരത്തെ വന്ന് ആഹാരം കഴിക്കുന്നതായിരുന്നല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അപ്പോൾ ഗൗതം പറയാം, എനിക്ക് വിശപ്പില്ല എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് നന്ദയ്ക്ക് എന്തോ സംശയം തോന്നുമോ ഗൗതമിൻ്റെ മുഖമൊക്കെ കണ്ടപ്പോൾ. വെറും വിശപ്പില്ലായ്മയാണോ അതോ വേറെ എന്തെങ്കിലുമാണോ, മനസ്സിൽ എന്തോ കാര്യങ്ങൾ ഇങ്ങനെ വിമിഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഗൗതം ഒന്നും പറയുന്നില്ല, വളരെ നിരാശയോടുകൂടി പിങ്കിയുടെ നന്ദയുടെ മുഖത്ത് നോക്കിയിരിക്കുന്ന ഒരു ഭാഗമാണ്. ഈ സമയത്ത് നന്ദ തന്നെ പറയാം, ഇന്ന് ആ പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും അല്ലേ, അത് വിട്ടുകളഞ്ഞേരെ, അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഗൗതം പറയുകയാണ്, ഇന്ന് അവിടെ പിങ്കി അവർ കോംപ്രമൈസ് ചെയ്തത് വെറും നമ്മളെ ആശ്വസിപ്പിച്ചത് കൊണ്ടും ഒന്നുമല്ല, വലിയൊരു വ്യക്തമായ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നന്ദയോട് തുറന്നു പറയുന്നൊരു ഭാഗം കേട്ടോ. അപ്പം പെട്ടെന്ന് നന്ദ ചോദിക്കുന്നത്, എന്ത് കരാറ്? അപ്പോൾ ഗൗതം ആ കാര്യം പറയാണ്, പിങ്കി പറഞ്ഞ ആ കാര്യം. ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ഗൗതമിനൊപ്പം ആ രാമേശ്വര മഹാദേവനെ തൊഴണം, അതിന് നമ്മൾ മാത്രം, അല്ലെങ്കിൽ ഗൗതമും പിങ്കിയും മാത്രം ഒരുമിച്ചൊരു യാത്ര പോകണം. അങ്ങനെയെങ്കിൽ ആ യാത്രയ്ക്ക് തയ്യാറായാൽ മാത്രമേ പിങ്കി ഈ കേസ് വിട്ട്, അല്ലെങ്കിൽ കേസിൽ നിന്ന് ഒരു മാപ്പ് പറഞ്ഞ് അവിടെ നിന്ന് കേസ് ഒഴിവായി അവിടെ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുള്ളൂ എന്ന് എനിക്കൊരു കരാറ് അല്ലെങ്കിൽ ഒരു നിബന്ധന വെച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നന്ദ പെട്ടെന്ന് ഞെട്ടിയാണോ. അപ്പം എന്നിട്ട് പറയാണ്, ഗൗതം എഴുന്നേറ്റ് പറയാണ്, എന്ത് ചെയ്യാനാ, എൻ്റെ പ്രൊഫഷനെ പോലും വഞ്ചിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞുമായി പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരുമല്ലോ, അതുകൊണ്ടാണ് ഞാനിതിന് സമ്മതം മൂളിയത് എന്ന് പറയുക. അത് ഞാൻ ചെയ്തത് തെറ്റാണോ നന്ദയെ ചോദിക്കുമ്പോൾ നന്ദ പറയുകയാണ്, വളരെ നന്ദയിൽ നിന്ന് വേറെന്തോ പ്രതീക്ഷിച്ചാണ് ഗൗതം ഇതൊക്കെ പറയുന്നത്. പക്ഷേ ഈ നന്ദയുടെ ആ പ്രതികരണം ഗൗതമിനെ പോലും ഞെട്ടിക്കുകയായിരുന്നു. കാരണം ഗൗതം പറയുകയാണ്, നന്ദ പറയാണ്, ഇല്ല സാർ, അതൊരു കുഴപ്പമില്ല, അത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ ഉള്ളൂ. കാരണം പിങ്കിയുടെ ആഗ്രഹം ഗൗതം സാറുമായിട്ട് രാമേശ്വരത്ത് പോകാനാണെങ്കിൽ അത് പോട്ടെ, നമ്മുടെ കുഞ്ഞിന് വേണ്ടി അത് ചെയ്യണം ഗൗതം സാറ്. ഇനി അപ്പം പെട്ടെന്ന് ഗൗതം പറയാം, ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ നീ എന്നെ സംശയിക്കില്ലേ നന്ദ എന്ന് ചോദിക്കുമ്പോൾ നന്ദ പറയാണ്, ഇല്ല, ഈ ഒരു കാര്യത്തിൽ ഗൗതം സാർ പിങ്കിയുമായിട്ട് ഈ ലോകം മുഴുവൻ പിങ്കിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയാലും എനിക്കത് സന്തോഷമേ ഉള്ളൂ. എനിക്കത് സംശയമുണ്ടാകത്തില്ല. കാരണം ഗൗതം സാറിൻ്റെ ഗൗതം സാറിൻ്റെ മനസ്സ് എൻ്റെ മനസ്സും, എൻ്റെ മനസ്സ് ഗൗതം സാറിൻ്റെ മനസ്സുമായിട്ടാണ് ഞാൻ കാണുന്നത്, ഹൃദയമായിട്ടാണ് ഞാൻ കാണുന്നത്. പിങ്കി എത്രത്തോളം എവിടെയൊക്കെ ഗൗതം സാറുമായിട്ട് ചുറ്റി സഞ്ചരിച്ചാലും ആ വിട്ട് കഴിയുമ്പോഴത്തേക്ക് സ്വതന്ത്രമായി ഗൗതം സാർ എൻ്റെ അടുക്കലേക്ക് ഓടി വരുമെന്നൊരു വിശ്വാസം ഓടി വരുമെന്ന് എനിക്കറിയാം. അതെൻ്റെ ഒരു വിശ്വാസമാണ് സാർ എന്ന് പറയാം. അങ്ങനെ നന്ദ അതിനെ സില്ലിയായിട്ട് കണ്ട് ഗൗതമിനോട് ഈ കാര്യങ്ങൾ പറയുന്നൊരു ഭാഗമായി. ഈ സമയത്ത് ഗൗതമിന് വളരെ സങ്കടം തോന്നിയായിട്ട് നന്ദയുടെ ഈ സംസാരമൊക്കെ ഉണ്ട്, സന്തോഷവും സങ്കടവും ഒക്കെ തോന്നി. പെട്ടെന്ന് ഗൗതം നന്ദയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക. അപ്പം നന്ദയുടെ മനസ്സിൽ ചെറിയൊരു വേദനയുണ്ടെങ്കിലും അത് പ്രകടമാക്കാതെ തൻ്റെ കുഞ്ഞിന് വേണ്ടി ഗൗതമിനെ വിട്ടുകൊടുക്കുന്ന രാമേശ്വര യാത്രയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് കാണുന്നത്. ഇതിന് ശേഷം കാണുന്നത് നമ്മുടെ ബമ്പൻ ട്വിസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ രത്നാകരനെ കാത്തിരിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെയാണോ.
രക്താകരനെ കാത്തിരിക്കുന്നതല്ല, പിന്നെ പിങ്കിയും ഗിരിജയും തമ്മിലുള്ള സംഭാഷണമാണ്. ഗിരിജ ചെന്ന് പിങ്കി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ഗിരിജ ചെന്ന് പിങ്കിയെ അഭിനന്ദിക്കുന്ന ചില ഭാഗങ്ങളൊക്കെയാണ്. കാരണം ഈ അതായത് ഗിരിജ എന്നിട്ട് പറയുകയാണ്, പിങ്കി നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്, നീ ആ ബുദ്ധി പ്രയോഗിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇതുവരെയും വിചാരിച്ചത് ഈ പോലീസ് സ്റ്റേഷൻ കേസോട് കൂടി ഗൗതമിനെയും നന്ദേനെയും ഒന്ന് മുട്ടുകുത്തിക്കാം, ഒന്ന് വേർപ്പിക്കാം, ഒരു ചെറിയ പണി കൊടുക്കാമെന്ന് മാത്രമായിരുന്നു ഞാൻ ചിന്തിച്ചത്. പക്ഷെ നീ അതിനും അപ്പുറം പോയി. നീ ഈ രാമേശ്വര യാത്ര അതെടുത്തിട്ടത് വളരെ നന്നായി പോയി, എനിക്ക് നിന്നെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പിങ്കിയുടെ ആ ദുഷ്പ്രവൃത്തിയെ പ്രകൃതി അല്ലെങ്കിൽ അഭിനന്ദിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് പിങ്കി പറയാണ്, ഞാനും അതത്രയൊന്നും വിചാരിച്ചില്ല, പക്ഷെ ആ സമയത്ത് ദൈവം എൻ്റെ മനസ്സിലേക്ക് തോന്നിച്ച ഒരു സംഭവമാണ് ഈ രാമേശ്വര യാത്ര എന്നൊക്കെ പറഞ്ഞ് പിങ്കിയും അതിൽ അഭിമാനം കൊള്ളുന്ന ചില നിമിഷങ്ങൾ അതേ സമയത്ത് പിന്നീട് പറയുന്നത് ഗിരിജയും പിങ്കിയും തമ്മിൽ സംസാരിക്കുന്ന ഗൗതമിനെ നിങ്ങളുടെ ആദ്യത്തെ സംഗമ സ്ഥലമല്ലായിരുന്നു ഈ രാമേശ്വരം എന്നൊക്കെ ഗിരിജ ചോദിക്കുമ്പോൾ അതേയിരുന്നു എന്നും പറയുകയും അതിനുശേഷം ആ പഴയ കാലത്തെക്കുറിച്ച് ഇങ്ങനെ അയവറക്കുന്നൊരു ഭാഗമാണ് പിങ്കിയും ഗൗതമും അവിടെ വെച്ച് കണ്ടതും. അതിനുശേഷം നന്ദ അവരുടെ ജീവിതത്തിലേക്ക് കയറി വരികയും അങ്ങനെ തൻ്റെ ജീവിതം മാറിമറിയുകയും അതിനുശേഷം അർജുനുമായിട്ടുള്ള വിവാഹം ഒടുവിൽ ഒരു വീടിൻ്റെ അകത്ത് എല്ലാവരും കൂടെ ഒന്നിച്ച ചില നിമിഷങ്ങളൊക്കെ അതൊക്കെ ഒരു നിമിത്തമാണെന്ന് പറയുന്ന പിങ്കിയുടെ ഒരു സംസാരങ്ങളൊക്കെയാണ് കാണുന്നുണ്ട്. ഇതിനുശേഷം ഇതിനിടയിൽ പറയുന്നുണ്ട്, അർജുനുമായിട്ടുള്ള ജീവിതം എങ്ങനെയായിരുന്നു മോളെ, നിനക്ക് സന്തോഷമായിരുന്നു എന്ന് ചോദിച്ചു. വളരെ സന്തോഷമായിരുന്നു, പക്ഷെങ്കിൽ അതും ഒത്തിരി കാലം നിന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതെല്ലാം നന്ദ കാരണമാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് നന്ദയോട് വെറുപ്പ് ഉണ്ടാക്കുന്ന നന്ദയോടുള്ള വെറുപ്പ് തുറന്നു പറയുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. എന്തായാലും ഒടുവിൽ പിങ്കിയുടെ ആ പ്രവൃത്തിയെ അല്ലെങ്കിൽ രാമേശ്വര യാത്രയെക്കുറിച്ചുള്ള പ്ലാനിങ്ങിനെ അഭിനന്ദിക്കുന്ന ഗിരിജയും അതിനുശേഷം കാണുന്നത് ഇന്ദീവരം തറവാട്ടിൽ വേട്ടത്തി മഹേഷനെയും മഹാദേവനെയും വിളിച്ചു വരുത്തി ഈ ഇദ്ദേഹം വരുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ രത്നാകരനും വരുന്നതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് എങ്ങനെയെങ്കിലും അവൻ വരുമ്പോൾ രത്നാകരനെ നേരിടണം. പ്രത്യേകിച്ച് നമ്മുടെ അരുണിൻ്റെ അച്ഛൻ പറയാണ്, അവനൊരു രാഷ്ട്രീയക്കാരനാണ്, അവനിനി അടികളെയൊക്കെ ആയിട്ടാണോ വരുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തയ്യാറെടുപ്പ് നടത്തണം എന്ന് അരുണിൻ്റെ അച്ഛൻ പറയും. ഒരു കോമഡി രീതിയിലാണ് അദ്ദേഹം ഇപ്പം ഇടപെടുന്നത് കേട്ടോ, സംസാരിക്കുന്നതൊക്കെ. ഇവിടെ നമ്മുടെ തട്ടുംപുറത്ത് പഴയ വാളും പരിചയം നമ്മുടെ മുത്തച്ഛന്മാരൊക്കെ കരുതി വെച്ച തല ഉയത വാളും പരിചയമൊക്കെ ഇരിപ്പുണ്ടോ, അതെടുക്കണോ ഏട്ടാന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് ഏട്ടത്തി ചോദിക്കുക, വാളും പരിചയമൊക്കെ ഉണ്ട്, അത് നിനക്ക് പ്രയോഗിക്കാൻ അറിയാവോടാന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്നൊരു ചമ്മല, അതില്ല എടാ, വാളും പരിചയം ഉപയോഗിക്കാൻ അറിയത്തില്ലാത്തവർ ശത്രുവിൻ്റെ മുൻപിൽ ഇതുമായി പോയാൽ അത് വലിയ അപകടമാകും, അത് പിടിച്ചു വെച്ച് നമ്മുടെ തല കൊയ്യും, അതുകൊണ്ട് നീ അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗൗതമിൻ്റെ അച്ഛൻ പറയും, എടാ എന്തിനാണ് നീ ഇത്ര പേടിക്കുന്നത്, അയാളെ പേടിക്കേണ്ട കാര്യം നമുക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഏട്ടത്തി പറയുക, അയാളൊരു രാഷ്ട്രീയക്കാരനാണ്, അയാളുടെ അണികളുമായിട്ട് വരുമോ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് ഈ സമയത്ത് തന്നെ ഈ മഹേശ്വരനും മഹാദേവനും ഒന്നും ഞെട്ടുന്നുണ്ട്. അണികളൊക്കെ ആയിട്ട് വന്നാൽ എന്ത് ചെയ്യും, പേടിച്ചു പോയി, എത്രയും ആളുകളുമൊക്കെ ആയിട്ട് വന്നാൽ പേടിക്കേണ്ടി വരികയല്ലേ. എനിക്കിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാത്ത വേറൊരു കാര്യമുണ്ട് എന്ന് നമ്മുടെ ഏട്ടത്തിൽ പറയുക. അപ്പോൾ അതെന്താണെന്ന് ആകാംക്ഷയോട് കേട്ടിരിക്കുകയാണ്. ഈ സമയത്ത് പറയുക, നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ ഈ മുൻപ് ഇവിടെ പഴയ കാലത്ത് ഇവിടെ പല രാഷ്ട്രീയക്കാരുമായിട്ട് പല ബന്ധങ്ങളുണ്ടായത്, ഒരു ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ പാർട്ടികൾക്ക് സംഭാവനയായിട്ട് അല്ലെങ്കിൽ പാർട്ടികൾക്ക് വെറുതെ കൊടുത്ത ഒരു പാരമ്പര്യം നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുക. അപ്പം മഹേശ്വരൻ പറയുന്നുണ്ട്, അത് ഞാൻ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്ന് പറയാം. കേട്ടാൽ മാത്രം പോരാ, ഇവിടെ ഒളിവ് കാലത്ത് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ തട്ടൻപുറത്ത് വന്ന് താമസിച്ചതാണ്. അതുകൊണ്ട് പാർട്ടിയുടെ ബലം വെച്ച് അവൻ ഇങ്ങോട്ട് വന്നാലും അതിനെ നേരിടാൻ നമ്മുടെ കയ്യിൽ ആയുധമുണ്ട് എന്ന് ഏട്ടത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ മഹാദേവന് വളരെ സന്തോഷമായി, കൂളായി. പാർട്ടിയിലുമായിട്ട് നമുക്ക് ബന്ധമുണ്ടല്ലോ എന്നൊരു ചിന്തയിലൊക്കെ ഇരിക്കുന്നൊരു ഭാഗം. ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ അരുൺ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങി വരിക. പെട്ടെന്ന് ഇവരെ കാണും, എല്ലാവരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാണുകയും പെട്ടെന്ന് അന്ന് അമ്പലന്ന് പോവുക. അപ്പോൾ പെട്ടെന്ന് നീ എങ്ങോട്ടാ എന്ന് ചോദിക്കുക. അന്നേരം പറയും, ഞാൻ ഇന്ന് ഷോപ്പിലേക്ക് പോകാനോ, ഷോപ്പിലേക്ക് ഇന്ന് പോകണ്ടെന്ന് പറയാം. അല്ല അച്ഛാ ഇന്ന് തിരക്കാണ് എന്ന് പറയുക. നീ ഒരു കാര്യം ചെയ്യ്, നീ പോവില്ലേ, താക്കോലെടുത്തോ എന്ന് ചോദിക്കാം. ഷോപ്പിൻ്റെ താക്കോലെടുത്തല്ലോ എന്ന് പറഞ്ഞ് ഷോപ്പിൻ്റെ താക്കോൽ ഇങ്ങനെ ഉയർത്തിക്കാട്ടും. പെട്ടെന്ന് അരുണിൻ്റെ അച്ഛൻ അത് പിടിച്ചങ്ങ് മേടിക്കുകയോ, തട്ടിപ്പറിച്ചെടുക്കുക. നീ ഇന്നേ ഷോപ്പിൽ പോകണ്ട, അങ്ങനെ നീ പോയാൽ ശരിയാവില്ലല്ലോ. നീ രത്നാകരൻ വന്നിട്ട്, രത്നാകരൻ നിൻ്റെ അമ്മായിച്ചനാണല്ലോ, അപ്പോൾ രത്നാകരൻ വന്നിട്ട് നീ പോയാൽ മതി. അപ്പം പെട്ടെന്ന് അരുൺ
ഇപ്പോൾ അങ്ങ് പതറിപ്പോയിടാ ഈ സമയത്ത്. പെട്ടെന്ന് നീ എല്ലാവരും വിളിച്ച് പറയുന്നു നമ്മുടെ എല്ലാ ഷോപ്പുകളും അവധിയാണെന്ന് പറയാം. പെട്ടെന്ന് ഈ നമ്മുടെ അരുണ് മനസ്സിലായി കളി കൈവിട്ടു പോയി, ഇവിടെ നിൽക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ ഈ സത്യം അമ്മയോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്നിങ്ങനെ ഓർക്കുക. അതായത് രത്നാകരൻ വരുന്നത് കേസ് കൊടുക്കാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ എന്തിനുമല്ല എന്ന് പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം ഈ അരുണിൻ്റെ വെപ്രാളമൊക്കെ കണ്ടപ്പം ഈ മോഹിനിക്ക് എന്തോ സംശയം തോന്നുക. മോഹിനി പെട്ടെന്ന് ഇവനെന്തോ മറച്ചു വെക്കുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഭാഗമാണോ. ഈ സമയത്ത് പെട്ടെന്ന് പിന്നെ കാണിക്കുന്ന നമ്മുടെ ഗൗതം ഡ്യൂട്ടിക്ക് വേണ്ടി പോകാൻ ഒരുങ്ങുന്നു. നന്ദ പെട്ടെന്ന് ഇത് തൊപ്പിയൊക്കെ കൊണ്ട് കൊടുത്ത് യാത്ര പറയുക. അപ്പോൾ ഈ സമയത്ത് നന്ദ പറയുകയാണ്, സാറേ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ശരിയാവുമോ? പവിത്രയുടെ അച്ഛൻ വരുന്നതല്ലേ, അപ്പം നമുക്ക് ഇവിടെ നിൽക്കണ്ടേ എന്ന് ചോദിക്കുക. എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, അതിനിപ്പോൾ നമ്മളെന്തിനാ പോകുന്നത്, അല്ല പോകാതിരിക്കുന്നത്, അതൊക്കെ അവർ കൈകാര്യം ചെയ്തോളൂ, അവർ പവിത്രയെ കൊണ്ടല്ല. അതുമല്ല പവിത്രയുടെ അച്ഛൻ വരുമ്പം അവരെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുവാനോ ഞാനല്ലല്ലോ, പവിത്രയുടെ അല്ലെങ്കിൽ അരുണിൻ്റെ മരുമോൻ അമ്മായിച്ചനല്ലേ, അരുണല്ലേ ഇതിൻ്റെ മുൻകൈ എടുക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് നന്ദ പറയുകയാണ്, എന്നാൽ സാറേ ഞാൻ പവിത്രയുടെ അച്ഛനല്ലേ, ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ മോശമല്ലേ, ഞാനും ഗൗതം സാറും കൂടി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അത് മോശമായി പോകും, അതുകൊണ്ട് ഞാനിവിടെ നിൽക്കാമെന്ന് പറയാം. അങ്ങനെ നന്ദ അവിടെ നിൽക്കുന്നു. ഇന്ന് ജോലിക്ക് പോകുന്നില്ല, ഗൗതം ജോലിക്ക് പോകുന്നു, നന്ദ അവിടെ നിൽക്കുകയാണ്. വളരെ നല്ല മനസ്സോടു കൂടി നിൽക്കുന്ന ഒരു ഭാഗമാണോ. പിന്നീട് കാണുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മോഹിനിയോട് ഈ അരുണി കാര്യങ്ങളൊക്കെ പറയുന്ന ഭാഗവും ഒടുവിൽ മോഹിനി ചെന്ന് പവിത്രയോട് വഴക്കുണ്ടാക്കുകയും ചെയ്യുക. വീണ്ടും വഴക്കുണ്ടാക്കുകയാണ്, നിൻ്റെ അച്ഛൻ്റെ വരവിൻ്റെ ഉദ്ദേശം എനിക്കറിയാം എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിനിടയിൽ പവിത്രങ്ങൾ വളരെ ടെൻഷൻ അടിച്ചിരിക്കുക. ദൈവമേ, അച്ഛൻ ഇവിടെ വന്ന് മറ്റേ സജീനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമോ? ഞാൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അച്ഛൻ കേസ് കൊടുക്കുന്ന കാര്യമാണ്. ഇനി അച്ഛൻ തിരിഞ്ഞു നിന്നാൽ എൻ്റെ ജീവിതം പോയല്ലോ എന്നൊക്കെ ടെൻഷൻ അടിക്കുമ്പോഴാണ് മോഹിനി വരുന്നത്. മോഹിനി വന്ന് ഡീന്ന് വിളിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞെട്ടുമെങ്കിലും പിന്നെയും ഒട്ടും തൻ്റെ ഇടം കുറയ്ക്കാതെ മോഹിനിയുമായിട്ട് വലിയൊരു തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. പവിത്രയും മോഹിനിയും വലിയൊരു തർക്കം സംഭവിക്കും കേട്ടോ. അതൊക്കെയാണ് ആ ഭാഗത്ത് കാണുന്നത്. ഇതിനിടയിൽ നമ്മുടെ ഗൗതം യാത്ര തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് വേണ്ടി യാത്ര പോകുമ്പോൾ പെട്ടെന്ന് പിങ്കി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. പിങ്കി കയറി വരുമ്പോൾ ഗൗതം എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് നന്ദ മുൻപോട്ട് ചെന്നിട്ട് എന്താണ് പിങ്കി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഗൗതമിനോട് പറയാനുള്ള കാര്യമാണ് എന്ന് പറയുക. അത് ഞാൻ ഗൗതം സാറിനോട് പറഞ്ഞോളാം, നീ ഗൗതം സാർ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോക്കണം പറഞ്ഞ് ഗൗതമിനെ അവിടുന്ന് പറഞ്ഞു വിടുന്ന ഒരു ഭാഗമാണ്. ഗൗതം ഈസി ആയിട്ട് സന്തോഷത്തോടു കൂടി അവിടുന്ന് പിങ്കിയോട് സംസാരിക്കണ്ടല്ലോ എന്നോർത്ത് പോകുന്നൊരു ഭാഗം. ഇതിനിടയിൽ നമ്മുടെ പിങ്കിയായിട്ട് പിന്നെ നന്ദ എന്താണെന്ന് പിങ്കി നിനക്ക് സംസാരിക്കാനുള്ളത്, രാമേശ്വര യാത്രയെക്കുറിച്ചാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പിങ്കി ഞെട്ടിപ്പോവുകയാണ്. ദൈവം ഇതിപ്പോൾ അറിഞ്ഞോ, ഗൗതം ഇവളോട് പറഞ്ഞല്ലോ എന്നൊരു ചിന്തയോട് കൂടിയായിരിക്കും. പിങ്കി നിൻ്റെ ഏതാഗ്രഹവും ഞങ്ങൾ സാധിച്ചു തരും. നീ ഇപ്പം ഗൗതം സാറുമായിട്ട് രാമേശ്വരത്ത് പോകാനല്ലേ ആഗ്രഹിക്കുന്നത്, അതിന് ഗൗതം സാറിനും എനിക്കും 100% എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിൻ്റെ സന്തോഷമല്ല ഞങ്ങളുടെ സന്തോഷം, നിൻ്റെ സന്തോഷമല്ല ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് നീ ഗൗതം സാറുമായിട്ട് രാമേശ്വരത്തിന് പോകുന്നത് എനിക്കൊരു യാതൊരു സമ്മതക്കുറവും ഇല്ല കേട്ടോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ നല്ലപോലെ യാത്ര ചെയ്ത് മടങ്ങി വരാനൊക്കെ പറയുന്നൊരു ഭാഗം. അപ്പോൾ ഇത് കേട്ടപ്പോൾ പിങ്കി നന്ദയിൽ നിന്ന് വേറെന്തോ പ്രതീക്ഷിച്ച, കാരണം ഈ ഗൗതമുമായിട്ടുള്ള രാമേശ്വര യാത്ര കേൾക്കുമ്പോൾ നന്ദ പൊട്ടിത്തെറിക്കും, അവിടെ കിടന്ന് നിലവിളിക്കും, നന്ദയുടെ മനസ്സാകെ തകർന്നു പോകും എന്നൊക്കെയാണ് പിങ്കി ധരിച്ചത്. പക്ഷെങ്കിൽ നന്ദ അത് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിന് വേണ്ടി ആ യാത്രയ്ക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പിങ്കിയോട് പറയുമ്പോൾ പിങ്കിക്ക് എന്തോ അടി കൊണ്ട പോലെയൊക്കെ ആയി പോകുന്നൊരു ഭാഗമാണ് കാണുന്നത് കേട്ടോ. പിന്നീടാണ് ഈ മോഹിനിയും പവിത്രയും തമ്മിലുള്ള സംഭാഷണം നടത്തുന്നത്. 10 കാശ് സംഭാഷണം നടത്തുന്നതിനിടയിൽ നിൻ്റെ തന്തയുടെ ഉദ്ദേശം ഞങ്ങൾക്കറിയാം, നിൻ്റെ ഉദ്ദേശം അറിയാം, ഒരു 10 കാശിൻ്റെ വകയില്ലാത്ത നിൻ്റെയൊക്കെ കുടുംബപാരമ്പര്യം അറിയാടി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് പവിത്ര ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ 10 കാശിൻ്റെ വകയില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ മോനെ കൊണ്ട് വലിയ സമ്പത്തുള്ള വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിക്കാൻ വേണ്ടിയല്ലാതെ നിങ്ങളുടെ പ്ലാൻ എന്നൊക്കെ പറയാം. അപ്പോൾ പെട്ടെന്ന് മോഹിനി പതറി നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് സ്ത്രീധന പീഡനത്തിനെതിരെ വലിയൊരു പരാതി കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ അബദ്ധം പറ്റിപ്പോയല്ലോ, വാക്ക് വീണ്ടും പ്രയോഗിച്ചത് മോഹിനിക്ക് അബദ്ധമായിപ്പോയല്ലോ, ഇനി ഇവൾ ഇതിൻ്റെ പുറകെ പോവോ, സ്ത്രീധന പീഡനത്തിൻ്റെ കേസ് ഇവൾ എടുത്തിട്ടിരിക്കുവാണല്ലോ എന്നോർത്ത് പേടിച്ച് നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണ്ടും നാളത്തെ റിയൽ വിശേഷവും പ്രമോ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.